ഹലോ. ഈ ഇരിക്കുന്നത് കണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. പിണങ്ങിയിരിക്കോ വിഷമിച്ചിരിക്കോ അല്ല. ദേ ഈ വെള്ളം ഒന്ന് നിറഞ്ഞു കാണാനായിട്ട് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ്. മഴ കണ്ട വേഴാമ്പലിൻ്റെ സന്തോഷമായിരുന്നു ഈ ടാങ്ക് ഒന്ന് നിറഞ്ഞപ്പോൾ. ഭയങ്കര ഹാപ്പി ആയിട്ട് ചാടുന്നു. കൂടെ അച്ഛനും ജോയിൻ ചെയ്യാണ് കേട്ടോ. രണ്ടുപേരും കൈകാലുകൾ തടിച്ച് ഇള്ള കുഞ്ഞുങ്ങളെ പോലെ കളിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു ബോധോദയം. രക്ഷെണ്ണം ചാടി. അങ്ങനെ ചാടി അവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛനും മകനും എൻജോയ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കിടക്കുന്ന കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മുടെ ലാലേട്ടൻ നരസിംഹത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ ഇല്ലേ? ഉള്ളിലൊന്നുമില്ലാത്തതുകൊണ്ടാണ് പൊന്തി കിടക്കുന്നത്. ആ സന്തോഷം എനിക്കും കൂടെ അനുഭവിക്കാനായിട്ട് ഞാനും എടുത്ത് ചാടുന്നുണ്ട്. യശോദേ മൂന്നു പൊങ്ങുന്നു താഴുന്നു. ശരിക്കും ഇന്ന് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഫാമിലി ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഫോണില്ല, മറ്റു ചിന്തകളൊന്നുമില്ല, വിഷമങ്ങളില്ല, ദേഷ്യങ്ങളില്ല, അങ്ങനെ സന്തോഷിക്കാൻ പറ്റിയ ഒരു ദിവസമായിട്ടെന്ന് തോന്നി. ഈ പൂളിൻ്റെ ഐഡിയ രക്ഷട്ടം പറയുമ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു എന്തിനാണ്, വെറുതെ വേസ്റ്റാണ്, പൈസ വേസ്റ്റ്, സ്ഥലം വേസ്റ്റ്, എല്ലാം വേസ്റ്റാണ്, ഇതിൻ്റെ ആവശ്യമുണ്ടോ, നമ്മളെന്നും കുളിക്കാൻ പോകണില്ല, വെറുതെ വേസ്റ്റ് സാധനമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണം. എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മമ്മിയെയും കൂടെ കൂട്ടാനായിട്ട് നമുക്കൊരാഗ്രഹം. മമ്മി കുറേ വേണ്ടാന്ന് പറഞ്ഞു, വയ്യ, അസുഖം മാറിയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ കുറേ നിർബന്ധിച്ചപ്പോൾ മമ്മിയും വന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ അർമാദിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത്. ഇപ്പോൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് വെള്ളത്തിൽ മുങ്ങിത്താങ്ങി മരിക്കാൻ പോകുന്ന ഒരാളെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളത് ശ്രീകുട്ടൻ നമുക്ക് മാതൃകയാവുകയാണ് ഗൈസ്. ഇപ്പോൾ കാണുന്നത് നരസിംഹത്തിൽ മോഹൻലാൽ കുറച്ച് അരമണിക്കൂർ മുങ്ങിയതിനു ശേഷം പൊങ്ങി വരുന്ന ആ അവതാര പിറവിയാണ് നിങ്ങൾ കാണുന്നത്. വെള്ളത്തിൽ അധിക നേരം മുങ്ങി കിടക്കുക എന്നുള്ളത് ഒരു 5 to 10 സെക്കൻഡേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര സമയം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പറ്റുന്നു എന്ന് കമൻറ്റ് ചെയ്യണേ. ഇവരൊക്കെ ഒരു 19, 20, 30 സെക്കൻഡൊക്കെ ഉള്ളിൽ മുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. എനിക്കതിന് പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ബ്രീത്തിങ് ഇഷ്യൂസ് വരിക. കുറച്ച് നേരം അതിനുള്ളിൽ ഇരുന്നതിന് ശേഷം മമ്മി കയറിപ്പോയി. അരമണിക്കൂർ വീണ്ടും ഞങ്ങൾ കളിച്ചു. അതിനുശേഷം ഞാനും മെല്ലെ അങ്ങ് കയറിയിട്ടുണ്ട്. പക്ഷെ അച്ഛനും മകനും നിർത്തണ ലക്ഷണമില്ല, അതിനകത്ത് തന്നെയായിരുന്നു. എന്താ പറയുക, ഈ വേനൽക്കാലം ആയതുകൊണ്ട് കുതിരാനിട്ടതുപോലെ അതിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ നല്ല എൻജോയ് ചെയ്തു ഇന്ന്. ശരിക്കും പറഞ്ഞാൽ അവസാനത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ കാണേണ്ടതാണ് കേട്ടോ. ശരിക്കും ഉള്ളിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊങ്ങിക്കിടക്കുന്ന ഒരു ഫീലില്ലേ, ഈ കാഴ്ച കണ്ടാൽ നമുക്ക് ശരിക്കും തോന്നും ഈ മനുഷ്യൻ എന്താണ് ഈ കാട്ടുന്നത്, നീന്താൻ അറിയാതെ കിടന്ന് പെടയുകയാണോ എന്ന്. ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.